ഫ്ലൈറ്റിൽ ബ്രിസ്ബേൻ യാത്ര വിട പറയാൻ നിന്ന അപ്പൻ അറിയില്ലായിരുന്നു അന്ന് എനിക്ക് അത് അവസാന ചുംബനമെന്ന്. ബസേലിയോസ് കോളേജിൻ നടുവിൽ നിന്നു ഗണിതത്തിൻ്റെ വെളിച്ചമായി സംഖ്യകളിലും സമവാക്യങ്ങളിലും പല ജീവിതങ്ങൾ തീർത്തവൻ. കോട്ടയം നഗരത്തിൻ്റെ ഹൃദയത്തിൽ അപ്പൻ്റെ ശബ്ദം മുഴങ്ങിയിരുന്നു. പാഠപുസ്തകത്തേക്കാൾ വലുതായി സ്നേഹം തന്നെയായിരുന്നു പഠിപ്പിച്ചത്. വിശ്വാസത്തോടെ നടന്ന അപ്പൻ കുഞ്ഞുനാളു മുതൽ ദൈവാലയത്തിൽ ശുശ്രൂഷക്കാരനായി സേവിച്ചവൻ. ധൂപത്തിൻ്റെയും മെഴുകുതിരിയുടെയും സുഗന്ധം നിറഞ്ഞ ഓർമ്മകൾ, പള്ളിമണിയുടെ നാദത്തോടൊപ്പം അപ്പൻ്റെ പ്രാർത്ഥന ജീവിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നും അപ്പൻ്റെ വിദ്യാർത്ഥികൾ ഉണ്ട്. ടീച്ചറായി മാത്രമല്ല ജീവിതം മാറ്റിയ മനുഷ്യനായി. ദിദിമോസ് ബാവ തിരുമേനിയോടും സ്നേഹബന്ധം സൂക്ഷിച്ച അപ്പൻ സഭയെയും വിശ്വാസത്തെയും ഹൃദയം പോലെ സ്നേഹിച്ചവൻ. ഹൃദയം തകരുന്നു അപ്പ. അപ്പനെ ഓർക്കുമ്പോഴെല്ലാം ആ അഞ്ചു ചുംബനം ഇന്നും എൻ കവിളിൽ ജീവിക്കുന്നു. ക്രിസ്ത്യൻ പോകും മുൻപത്തെ ആ സ്നേഹ നിമിഷങ്ങൾ അവസാനമായിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾ 4 പേർ മാത്രം, മമ്മിയും ചേച്ചിയും അപ്പനും ഞാനും. ചിരികളാൽ നിറഞ്ഞ വീട്ടിൽ ഇന്നും ഒരു ശൂന്യത മാത്രം. എൻ ഭാര്യയോടും സഹോദരനോടും സുഹൃത്ത് പോലെ നിന്ന അപ്പൻ വീട്ടിലെ ശക്തിയും ആശ്വാസവും ദൈവം തന്ന അനുഗ്രഹവും. വേദപുസ്തകം തുറന്നിരുന്ന ആ കൈകൾ ഓർമ്മ വരുന്നു. പള്ളികളിൽ പ്രസംഗിച്ചിരുന്ന ആ ശബ്ദം ഇന്നും കേൾക്കുന്നു. ദൈവസ്നേഹം പറഞ്ഞ അപ്പൻ ഇന്ന് ദൈവസന്നിധിയിൽ ഒരു ദിവസം സ്വർഗത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഹൃദയം തകരുന്നു അപ്പ.
ജനുവരി കാത്തിലെന്നും അപ്പന്റെ സ്നേഹമുണ്ട്. ഓർമ്മകൾ കണ്ണീരാകുമ്പോഴും അപ്പൻ എൻ ഹൃദയത്തിൽ ജീവിക്കുന്നു.